ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി. അപ്പോൾ ഡ്രോയിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം കുറേ നാൾക്ക് മുമ്പ് എനിക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്ത ബുക്കിൽ എനിക്ക് ടൈം പാസ് പോലെ കിട്ടുന്ന സമയത്തൊക്കെ വരച്ച് കൊണ്ടിരുന്ന ബുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ നമുക്ക് ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് കണ്ടാലോ. ദിസ് വാസ് ദ ഫസ്റ്റ് ഇമേജ്. ഞാനിത് 4/4/2023 വരയ്ക്കുന്നത്. സോ ഇറ്റ് വാസ് എ മണ്ടാല ആർട്ട്. ഇതൊരു പെൻസിൽ സ്കെച്ചാണ്. ഇത് ഷെയ്ഡിങ് ബട്ടർഫ്ലൈ ആൻഡ് ഫ്ലവർ. ഇറ്റ്സ് ഓൾസോ എ മണ്ടാല ആർട്ട്. ഇതൊരു മണ്ടാല ആർട്ടാണ്. ഇതൊരു പെൻസിൽ ഷെയ്ഡിങ് ആണ്. ദെൻ ബുദ്ധ. ഇത് വരച്ചിരിക്കുന്നതൊക്കെ 23/4/2023 കേട്ടോ. ആൻഡ് ഇത് ഞാൻ തന്നെ എന്നെ ഒന്ന് ഗ്രിഡ് ഇട്ട് വരയ്ക്കാൻ ശ്രമിച്ചതാണ്. മിസ്റ്റേക്ക് ഉണ്ട്. ദെൻ ഇതൊക്കെ ഒരു പെൻസിൽ സ്കെച്ചിങ് ആണ് കേട്ടോ. ദെൻ ദിസ് വാസ് തിറയാണ്. തിറയ്ക്കും തെയ്യത്തിനും ഫേസിൽ വരുന്ന ഈ ഒരു പാറ്റേൺസിന് ചേഞ്ച് ഉണ്ട്. സോ ദിസ് ഈസ് തിറ. This one was my personal favorite ആണ്. It is a contemporary art and it was a modern art and Lord Radha Krishna image. Then this was ഇത് ട്യൂലിപ്പ് ഫ്ലവർ ആണ്. പെൻസിൽ കളേഴ്സ് ആണ് ഇതെല്ലാം. ദെൻ ഇത് ആഫ്രിക്കൻ ലേഡി ഇൻ മണ്ടാല ആർട്ട്. ഇതൊക്കെ ബ്ലാക്ക് പെയിൻ്റ് ആണ്. ഇതിൽ പെൻസിൽ കളേഴ്സ്, ഓയിൽ പേസ്റ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. സോ ദിസ് വാസ് ഓൾസോ എ പെൻസിൽ സ്കെച്ച്. ഇതൊക്കെ ഞാൻ 2023 ചെയ്തതാണ്. ഇത് ഒരുപാട് മിസ്റ്റേക്സ് ഉള്ള ഒരു കുളമായി പോയ ചിത്രമാണ്. ബട്ട് മിസ്റ്റേക്സ് ഉണ്ടാവുമല്ലോ. സോ ഞാനതിനെ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ദെൻ ദിസ് ഈസ് ഓൾസോ ഇത് ഒരു ബുദ്ധ ഇമേജ് ആണ് മോഡേൺ ആർട്ടിൽ വരുന്നത്. ആൻഡ് ഇത് ഒരു മാൻ. ഇതെല്ലാം പെൻസിൽ ഷെയ്ഡിങ്ങും പെൻസിൽ കളേഴ്സും യൂസ് ചെയ്തിട്ട് ചെയ്താണ്. ഇതെല്ലാം നമ്മൾ HB പെൻസിലിൽ ചെയ്തിരിക്കുകയാണ്. സോ ഇത് രണ്ടും ഓയിൽ പേസ്റ്റിൽ ചെയ്താണ് കേട്ടോ. ഇത് 2023 തന്നെ 25/12 ഡിസംബറിൽ ചെയ്താണ്. ദെൻ ഇത് ഗർഭപാത്രത്തിൽ ഉള്ള ഒരു കുഞ്ഞിൻ്റെ ചിത്രമാണ്. ഇത് വരുന്നത് ഒരു പേസ്റ്റൽ കളറിൻ്റെ കളറിംഗ് ആണ്. ഇത് പേസ്റ്റൽ കളറാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് മണ്ടാല ആർട്ട് അഗെയിൻ. ഇതും എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെൻസിൽ സ്കെച്ചിങ് ആണ്. നല്ല കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്ന് 24 വരച്ചാണ്. 2024-29 ചെയ്താണ്. ഒരു ലയൺ. ദെൻ ഇതും ഒരു പെൻസിൽ സ്കെച്ച്. ഇത് പെൻസിൽ കളർ ആൻഡ് ഇവിടെ ഒരു ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത ഒരു കഥകളി ഇമേജ്. ഇത് 30/7/2024 കേട്ടോ ചെയ്തത്. ഇതൊരു ക്യൂട്ട് കൃഷ്ണ. ലോർഡ് ശിവ. 2025 ഇത് ചെയ്തിരിക്കുന്നത്. 12/3/2025. ഇത് ഞാനൊരു യാത്രക്കിടയിൽ ട്രെയിനിലിരുന്ന് ചെയ്ത ഒരു ഇമേജാണ് കേട്ടോ. 2026 ചെയ്തതാണ്. ഇത് 2025 ചെയ്തതാണ്. അവിടെ പേജ് വിട്ടതുകൊണ്ട് ഞാൻ അവിടെ ചെയ്ത് വെച്ചതാണ് 26. ഇതൊരു മോഡേൺ ആർട്ടിൽ വരുന്ന ഇമേജാണ് കേട്ടോ. ആൻഡ് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്ത ഒരു ഡ്രോയിങ് കൂടെയാണ്. ഇത് ട്രെയിനിലിരുന്നാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു മ്യൂറൽ പെയിൻറ്റിങ്. ഇത് പെയിൻ്റ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, പെൻസിൽ കളറാണ്. മ്യൂറലാണ് ചെയ്തേക്കുന്നത്. മ്യൂറൽ ഡ്രോയിങ് ആണ് ചെയ്തേക്കുന്നത്. ആൻഡ് കൃഷ്ണ ആൻഡ് രാധ. 2025 ചെയ്തിട്ടുള്ള ഒരു പെൻസിൽ കളറിംഗ് ആണ്. ദ ഡാൻസേഴ്സ് ഫീൽഡ് 2026 ചെയ്താണ്.
ഇതൊരു സിമ്പിൾ മോഡേൺ ആർട്ടിൽ വരുന്നതാണ്. ഇത് കളർ കോമ്പിനേഷൻസ് ലേഡി. ഇത് 2001 ചെയ്താണ്, 5th മന്തിൽ ഫസ്റ്റ് ചെയ്താണ്. ഇതും ഒരു ശിവപാർവതി 2026 ചെയ്താണ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഇമേജ്. അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്സ്റേ ആൻഡ് ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഡ്രോയിങ്സ് എല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ഇമേജിൽ ഷെയ്ഡ് ചെയ്യുമ്പോഴോ ഒന്നും വരത്തില്ല. സോ നിങ്ങളിത് യൂസ് ചെയ്യണം നല്ലതാണെങ്കിൽ ഒരു എക്സ്റേ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് നന്നായിട്ട് വരയ്ക്കാനും അതുപോലെ നെക്സ്റ്റ് പേജിലേക്ക് ഒരു അച്ചൊന്നും വരാതെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ആ ഒരു 2023 ടു ഇവിടെ വരെ വരച്ച് എനിക്ക് ഒരു ഹോബി പോലെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഞാൻ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യമാണ് ഡ്രോയിങ് എന്നുള്ളത്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് പ്രീതി. ബൈ ബൈ.